ഹലോ ബഡീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. ഇന്ന് നമ്മുടെ ജാനിയുടെ ബർത്ത്ഡേ ആണ്. അവൾക്ക് ഇന്ന് 8 വയസ്സാവുകയാണ്. ഓഗസ്റ്റ് 15 കേട്ടോ. ഇവൻ ഓവിലോ വെള്ളം നോക്കി നിന്നിട്ട് ദാ പോയി. അതിനുശേഷം ഞങ്ങൾ രാവിലെ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിൽ ചെന്ന് തൊഴുതിറങ്ങി. അവിടെ നിന്ന് കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വന്നു. സ്കൂട്ടറിലാണ് കേട്ടോ പോയത്. എന്നിട്ട് ഞാൻ അവന് ചന്ദന കുറിയൊക്കെ തൊട്ട് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് അവൻ എനിക്ക് കുറിയൊക്കെ തൊട്ട് തന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. ഇന്ന് ഞങ്ങൾ കിളിമാനൂരോട്ട് പോവുകയാണേ, ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബസ്സിലാണ് പോകുന്നത്, വണ്ടി എടുത്തില്ല. ഞങ്ങൾ വീട്ടിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ കിളിമാനൂരോട്ട് പോയി. കടയ്ക്കലാണ് ഇത്. കടയ്ക്ക് ബസ് സ്റ്റോപ്പാണ്, ബസ് സ്റ്റാൻഡ്. ഞങ്ങളെ വിളിക്കാനായിട്ട് ചേട്ടനും സാനിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇന്ന് അംഗൻവാടിയിൽ ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അവിടെ പോയി പായസം കുടിച്ചതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവൾക്ക് കുറച്ച് ബലൂണൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അവൾക്ക് ബാക്കിയെല്ലാം ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ബലൂണിൻ്റെ കുറവുണ്ടായിരുന്നു. അത് അവിടെ ഞങ്ങൾ പോകുന്ന വഴി ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് വാങ്ങിച്ചു. അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ തനുവാണ് പുറത്ത് നിന്നത്. ബർത്ത്ഡേക്കാർ ഇവിടെ 10 മണിയായിട്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഞാൻ അവൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. വലുതായിട്ടൊന്നുമില്ല. അവൾ കുറേ നാളായിട്ട് എൻ്റെ അടുത്തൊരു ഡ്രോയിങ് പാഡും ഷെയ്ഡിങ് പെൻസിലും കൂടെയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അവളത് പൊട്ടിച്ച് നോക്കിയാണ്. നല്ല ഹാപ്പിയായി. അവളൊട്ടും പ്രതീക്ഷിച്ചില്ല ഞാനത് വാങ്ങിച്ചല്ലോ എന്ന്. കാരണം കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു. സാനിയാണെങ്കിൽ എൻ്റെ അടുത്ത് പിണങ്ങിപ്പോയി, ഞാൻ അവൾക്കൊന്നും വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. ഇനി ഉടനെ അവളെ ബർത്ത്ഡേ വരുന്നുണ്ട്. അവളുടേത് 27-ാം തീയതിയാണ്. അതാണ് പിന്നെ ഞാൻ അവൾക്ക് വാങ്ങിക്കാതിരുന്നത്. അവൾക്ക് ഞാൻ ഓർഡർ ചെയ്ത സാധനം വന്നതുമില്ല. അതിനുശേഷം ഞങ്ങൾ നേരെ കുക്ക് ചെയ്യാനായിട്ട് പോയി. ഞങ്ങൾ ചിക്കൻ ബിരിയാണിയും ബീഫ് റോസ്റ്റും കൂടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർ ഭാര്യയും ഭർത്താവും കൂടി അടിയും കൂടി എന്തായാലും ഒരു 2 മണിയൊക്കെ ആയി ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോഴത്തേനും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ അരവിന്ദ് തന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ സംസാരിക്കാൻ പോയി. അവനാണെങ്കിൽ ഷീറ്റ് മൂടിയിരിക്കുകയാണ്, സംസാരിക്കാൻ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എൻ്റെ ബ്രദറിനെ വിളിച്ച്. അപ്പോൾ അവനും വീഡിയോയിൽ വരാനായിട്ട് വലിയ താല്പര്യമില്ല. അവൻ കോളും ചെയ്ത് ഞാൻ ക്യാമറ എടുത്തത് കണ്ടതും അവ ഓടി. അതിനുശേഷം ചിക്കനായി, പിന്നെ ബിരിയാണി എല്ലാമൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ബിരിയാണിയുടെ ഫൈനൽ ടച്ചിലോട്ട് പോയി. അതിനുശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ടിരുന്ന്. പിന്നെ അതിൻ്റെ അംഗപ്പുറപ്പാടായിരുന്നു. ഇവർ 3 പേരും കൂടെ പിന്നെ അത് ഒന്നും കഴിക്കത്തുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി. ഇവൾ പപ്പടമൊക്കെ എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞങ്ങൾ നേരെ ഇവളുടെ ഡാൻസ് ക്ലാസ്സിന് ഒരു കേക്ക് മുറിക്കാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ പോയി. അവിടെ അപ്പോൾ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളെല്ലാവരും ഉണ്ട്. ഞങ്ങളൊരു കേക്കൊക്കെ വാങ്ങിച്ച് അതൊക്കെ അവിടെ വെച്ച് കട്ട് ചെയ്ത്. അവൾ കേക്ക് മുറിച്ചിട്ട് തനുവിന് കൊടുത്ത്, ആദുവിനും സാനിക്കും ശ്രീക്കും ഒക്കെ കൊടുത്ത്. പിന്നെ ഞങ്ങളെല്ലാവരും കേക്കും ഒക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് അവിടെ ചെറിയ ഡെക്കറേറ്റും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ജാനി നല്ല റെഡിയായി, നല്ല രാജകുമാരി പോലെ അവൾ ഒരുങ്ങി. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ അവിടെ മുറ്റത്ത് വെച്ചിട്ട് എടുത്ത്. പിന്നെ വൈകുന്നേരം ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു. ഇന്ന് ജാനിയുടെ ബർത്ത്ഡേക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് റിഫാന. അപ്പോൾ അവൾ വരുന്ന എക്സൈറ്റ്മെൻറ്റിലാണ് ജാനി. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. ഫൈനലി അവരെത്തി. അവളും അവളുടെ ഉമ്മയും കൂടെയാണ് വന്നത്. അപ്പോൾ അവർ വന്നു. ഞങ്ങൾ പിന്നെ കയറി കേക്കൊക്കെ തുറന്ന് ഹാപ്പി ബർത്ത്ഡേ അനർഗാരജിത്ത് എന്നൊക്കെ എഴുതി ഒരു കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് പിള്ളേഴ്സ് എല്ലാവരും കൂടെ കട്ട് ചെയ്ത്. അപ്പോൾ ഇതാണ് റിഫാന. ഇവളുടെ സ്കൂളിലെ ഇവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇവൾക്ക് വീട്ടിൽ വന്നാൽ ഇവളുടെ കാര്യം പറയാനേ ഉള്ളൂ സമയം. അപ്പോൾ ചേട്ടൻ അവൾക്ക് വായിലൊക്കെ വെച്ച് കൊടുത്ത് കേക്ക്. അതിനുശേഷം പിന്നെ റിഫാന ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിഫാന അതുമൊക്കെ കൊടുത്ത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് കേക്കും എല്ലാവരും കൂടെയൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ ഡെക്കറേറ്റ് ചെയ്തതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. അപ്പോൾ ഓക്കെ ബഡീസ്, ടാറ്റാ.